പൊന്നോണം. കൂടാതെ കാർഡ് പർച്ചേസിംഗിൽ കുറച്ച് ദിവസമായിട്ട് മഴയുണ്ട്. എക്സ്റ്റർ നല്ല വണ്ടിയാണ്. അത് മറ്റേ ഇതിന് പറ്റിയ വണ്ടിയാണ്, ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. പിന്നെ ഈ നമ്മൾ ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോകാനും ലോക്കൽ മാർക്കറ്റ് പർച്ചേസിന് പോകാനൊക്കെ ഉപയോഗിക്കാവുന്ന വണ്ടിയാണ്. SUV ടൈപ്പ് ആയതുകൊണ്ട് അവിടെ എക്സ്റ്റർ പുതിയ വണ്ടിയാണ്. ഇത് വോക്സ്വാഗൻ പോളോ നല്ല പോപ്പുലറാണ് കേട്ടോ. പോളോയും മെൻറ്റോയും നല്ല പോപ്പുലറാണ്. കാരണം ഒരുപാട് അതൊരു എലൈറ്റ് ഓഡിയൻസ് അത് മേടിച്ചിട്ടുള്ളൂ. പക്ഷേ മേടിച്ചത് ജനറലി ജാപ്പനീസ് വണ്ടികളെക്കാളും കുറച്ചുകൂടെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത് ജർമ്മൻ വണ്ടികൾക്ക്. ജാപ്പനീസ് വണ്ടികളൊരു ആനുവൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ സർവീസ് കോസ്റ്റ് ഒരു ബിലോ 10,000 ആണെങ്കിൽ ഇപ്പോൾ ഇവരുടെ ഒരു 15ഓളം വരും തോന്നുന്നു. പക്ഷേ ഇവർക്ക് എല്ലാ കൊല്ലം വേണ്ട, ഇവർ 1.5 കൊല്ലം കൂടുമ്പോഴാണ് ചിലപ്പോൾ സർവീസ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ടാവാം വോക്സ്വാഗൻ പോലെയുള്ള കമ്പനികൾ 1.5 കൊല്ലം കൂടുമ്പോണ്ടാണ്. അപ്പോൾ 15 എന്ന് പറയുമ്പോൾ ജപ്പാൻ്റെ 10ഉം മറ്റേത് 1.5 വർഷം 15 ഒക്കെ നമ്മൾ സെയിം ആയിരിക്കും. പിന്നെ ചില പാർട്സൊക്കെ മാറ്റേണ്ടി വന്ന് ഇതിനേക്കാളും കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലാണ് നമ്മൾ ജർമ്മൻ കമ്പനികളുടെ ഇത്. വോക്സ്വാഗൻ മിക്ക ആളുകൾ ഹാപ്പിയാണ്. അപൂർവമായിട്ടാണ് ഞാൻ ഹാപ്പി അല്ലാത്ത കസ്റ്റമേഴ്സിനെ കണ്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് മൊത്തത്തിലൊരു കംഫർട്ട് ലെവൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു, അതായിരിക്കും. പിന്നെ ഈ മാരുതി 800 ഉപയോഗിച്ച ആളുകൾ വോക്സ്വാഗൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഹാപ്പി ആവണമെന്നില്ല. കാരണം മാരുതി 800-ന് ചെറിയ പൈസ ഇല്ല ആവുള്ളൂ. മാരുതി സുസുക്കി 800 അല്ല, ഈ മാരുതി സുസുക്കി ജനറൽ, അതിന് പുറത്ത് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും. എനിക്ക് തോന്നുന്നത് ടൊയോട്ടയേക്കാളും ഒക്കെ കുറവാന്ന് തോന്നുന്നു മാരുതി. ജനറലി മിക്ക വണ്ടികൾ 50,000 കിലോമീറ്റർ സുഖമായിട്ട് പോകണം. എൻ്റെ വണ്ടി മാത്രം 50,000-ന് മുമ്പ് സസ്പെൻഷനൊക്കെ കേടായിക്കോളും. 50,000 കിലോമീറ്റർ വരെ സസ്പെൻഷൻ ഡാമേജ് ഉണ്ടാവാറില്ല. മാരുതിക്ക് ഉണ്ടായില്ല. മാരുതിക്ക് അതിന് 65,000 കിലോമീറ്റർ ആയപ്പോഴാണ് എൻ്റെ സസ്പെൻഷൻ. ആ ഡ്രൈവർ സൈഡുള്ള സിംഗിൾ സസ്പെൻഷൻ മാത്രമേ മാറ്റിയുള്ളൂ. ഞാനത് ഇത് 75,000 80,000 കിലോമീറ്ററിലാണ് കാർ കൊടുത്തത്. അന്നേരം ആകെ ഡ്രൈവർ സൈഡിലുള്ളൊരു സസ്പെൻഷനാണ് നമ്മൾ അതിനുള്ള ആകെ മാറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ 4 സസ്പെൻഷൻ മാറ്റിയതാണ്. ബാക്കിലുള്ള നേരത്തെ മാറ്റി, ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഫ്രണ്ടിലുള്ള 2ഉം മാറ്റി. അപ്പോൾ ക്വാളിറ്റി വൈസ് ടൊയോട്ട ഭയങ്കര പത്തറ്റിക്കാണ്. മാരുതിയുടെ ക്വാളിറ്റി പോലും ഇല്ല. 50,000 കിലോമീറ്റേഴ്സ് സസ്പെൻഷൻ ലാസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒരു പത്തറ്റിക്കായിട്ടുള്ള വണ്ടിയാണ്. ഞാൻ ഒരു ഗട്ടറിൽ, അത് ഞാനാണെങ്കിൽ ഒരു ഗട്ടറിൽ പോലും ചാടിക്കാതെ ഓടിക്കുന്ന വ്യക്തിയാണ്. നമ്മളിപ്പോൾ ഏത് ഗട്ടറിൻ്റെ ഏരിയയിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡിലാണ് അവിടെ എത്തണം, ഇറങ്ങണത്. അങ്ങനെ ചാടിച്ച് പോണ വ്യക്തിയല്ല നമ്മൾ. ഇപ്പം ഇങ്ങനെയുള്ള ചെറിയ ഗട്ടർ പോലും ഞാനത് ഫസ്റ്റിലോ സെക്കൻഡിലാണ് പോകണം, സെക്കൻഡിലാണ് പോകുന്നത്. ഒരിക്കലും ഞാനങ്ങനെ ചാടിച്ചടിച്ച് ഒരു സ്ഥലത്തും കയറ്റാറില്ല. അങ്ങനെ ഓടിക്കണ എൻ്റെ വണ്ടിക്ക് വരെ 50,000 കിട്ടിയുള്ളൂ. അപ്പോൾ പിന്നെ ഇച്ചിരി ചാടിച്ച് ഓടിച്ച് പോകണവരുടെ വണ്ടികളൊക്കെ എത്ര കിലോമീറ്റർ കിട്ടും? അപ്പോൾ ടൊയോട്ടയുടെ സസ്പെൻഷൻ അത്ര മോശമാണ്. പിന്നെ ബെയറിങ് 50,000 കിലോമീറ്റർ ലാസ്റ്റ് ചെയ്യില്ല. 37,500 കിലോമീറ്റർ ആയി. ഇപ്പോൾ 2 വീൽ ബെയറിങ് മാറ്റി ഫ്രണ്ടിലുള്ള. അപ്പോൾ അത് തന്നെ അത് ലോ ക്വാളിറ്റി. 50,000 മാരുതിയുടെ ഒക്കെ എനിക്ക് തോന്നുന്നത് 65,000 60,000 70,000 റേഞ്ചിലാണ് അതിൻ്റെ മാറ്റിയത്. 65,000 ആ റേഞ്ചിലാണ് മാറ്റിയത്.
മാരുതിയുടെ അത്രയും പോലും ഇത് ലാസ്റ്റ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ സസ്പെൻഷനും വെൽ ബെയറിങ്ങും. ടൊയോട്ടയുടെ ഡ്രൈവിംഗ് ഒക്കെ സെയിം തന്നെയായിരുന്നു. ഞാൻ മാരുതി ഓടിച്ചു ചെയ്തു. അത് ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നമല്ല, അത് ക്വാളിറ്റി വൈസ് മോശമാണ് ടൊയോട്ട മാരുതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ. ഞാൻ പാർട്സോടെ റിലേറ്റീവായിട്ട് കമ്പയർ ചെയ്ത് പറയണതാണ്. ഹോണ്ടയുടെ വണ്ടിയിൽ ഒരിക്കലും അതിലൊക്കെ ലീക്ക്, ഫ്രണ്ട് ടയർ സ്ഥിരം ലീക്ക് ചെയ്യാം. ടയർ ഹോണ്ടയ്ക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഹോണ്ട സ്കൂട്ടറിന്. പിന്നെ ഫ്രണ്ട് ടയർ പോലും പ്രോപ്പറായിട്ട് ലീക്ക് ചെയ്യാത്ത അത് ജീപ്പാണല്ലോ, നല്ല വണ്ടിയാണ് ജീപ്പ്. ജീപ്പിൻ്റെ അതിൻ്റെ പേര് പറഞ്ഞാൽ ജീപ്പ് മോഡലാണ്, അതിൻ്റെ മോഡലിൻ്റെ പേര് കിട്ടും. അമേരിക്കൻ ജീപ്പാണ്. ചെറോക്കി അല്ല, അതിൻ്റെ താഴെ ഏറ്റവും ബേസ് വെർഷൻ. നമ്മുടെ കസിൻ അതിൻ്റെ 4-wheel ഡ്രൈവ് വേർഷൻ കൂടിയ വെർഷനിൽ 7 സീറ്ററിലെങ്ങാണ്ട് പോയി കയറി ഓടിച്ചത്. നല്ല അവന് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡീസൽ ആയതുകൊണ്ട് മാത്രം പുള്ളി മേടിക്കാതിരുന്നത്. പുള്ളിക്ക് ഡീസൽ താല്പര്യം ഉണ്ടാകുന്നില്ല. ഏറ്റവും കൂടുതൽ ഓടുന്നൊരു സെയിലുള്ളൊരു വണ്ടി ഇപ്പോൾ ഓപ്പോസിറ്റ് വന്ന കറക്റ്റാണ് സെല്ലുള്ളത് അൾട്ടോയാണ്. വണ്ടി പോണത് അൾട്ടോ അല്ലേ. അതൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി. റോഡിലിപ്പോൾ കാര്യമായിട്ടില്ല. അൾട്ടോ ആണോ അത്? എ സ്റ്റാർ, അൾട്ടോ അല്ല. ഇത് എ സ്റ്റാറാണ്. അത് വേറെ അൾട്ടോ പണ്ട് കഴിഞ്ഞ ഓട്ടോ ആണ്. ഇത് ഫോർഡായി ഓപ്പോസിറ്റ്. ഫോർഡ് വണ്ടി Celebremos.
ശനിയാഴ്ച ആവും നേരത്തെ വരുന്ന വിചാരിച്ചാണ്. ശനിയാഴ്ച നേരത്തെ ഇറങ്ങുമെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ മുക്കാലിന് വരുമ്പോൾ